ഇതെല്ലാം തന്നെ ഡിജിറ്റൽ ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ്, റൈറ്റ്? ഹോം അപ്ലയൻസസ്, നിങ്ങളുടെ വാഷിംഗ് മെഷീൻസ് ഒക്കെ അടക്കം ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ഡിവൈസസ് ആണ് നമുക്ക് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്താണ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ? ഒരു ഡിജിറ്റൽ സിസ്റ്റം. ഡിജിറ്റൽ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ ഡിജിറ്റൽ ഫോമിലായിരിക്കും. In a digital system, the information is being processed in digital form. ഡിജിറ്റൽ ഫോമിലായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡിജിറ്റൽ ഫോം എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ ഫോം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഡിജിറ്റൽ അല്ലെങ്കിൽ എന്താണ്? അനലോഗ് ആണ് സിസ്റ്റം. ഡിജിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ അനലോഗ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മളുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റൽ ഫോമിലായിരിക്കും. ഓക്കെ, നമുക്ക് എന്താണ് ഡിജിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഡിജിറ്റൽ അനലോഗ് സിസ്റ്റം എന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നലും അതുപോലെ തന്നെ അനലോഗ് സിഗ്നൽസും കാണാൻ പറ്റും. ഇവിടെ സിഗ്നൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഫർമേഷന്റെ റെപ്രസെന്റേഷൻ ആണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഇൻഫർമേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ ഇമേജ് ഒരു അനലോഗ് സിഗ്നൽ ആണ്. അനലോഗ് സിഗ്നൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ്? സിഗ്നൽ ക്യാരീസ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ സിഗ്നലിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് വേരി ചെയ്തിരിക്കുന്നതാണ്. ടൈം അനുസരിച്ച്, ടൈം മാറുന്നതനുസരിച്ച് അനലോഗ് സിഗ്നൽ വേരി ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ വാല്യൂ, ഈ സിഗ്നലിലുള്ള ഒരു വാല്യൂ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ടൈം അനുസരിച്ച് ഈ സിഗ്നൽ വേരി ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങൾ ഡിജിറ്റൽ സിഗ്നൽ നോക്കൂ. ഡിജിറ്റൽ സിഗ്നൽസ് ഒന്നെങ്കിൽ ഒരു ഹൈ എന്നുള്ള ഒരു വാല്യൂ കാണാം, അല്ലെങ്കിൽ ഒരു ലോയും കാണാൻ പറ്റും, അല്ലേ? രണ്ട് ലെവൽസ് ഇതിലുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് ആണ്. ഡിജിറ്റൽ ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ്. അപ്പൊ അനലോഗ് സിഗ്നൽസിൽ നമ്മൾ കണ്ടിന്യൂസ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് കാണുമ്പോൾ ഡിജിറ്റൽ സിഗ്നൽസിലെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. നമ്മൾ ഈ ഇമേജിൽ രണ്ട് ലെവൽസ് ആണ് കാണുന്നത്. ഒരു 2 ലെവൽ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അനലോഗ് സിഗ്നലിൽ ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതാണ്, ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട്. സിഗ്നൽ ഈസ് എ ഫംഗ്ഷൻ ഓവർ ടൈം ആണ്. അപ്പം ടൈം മാറുന്നതനുസരിച്ച് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി, അത് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യും അനലോഗ് സിഗ്നലിൽ. ഓക്കെ, പക്ഷെ ഡിജിറ്റൽ സിഗ്നൽസിൽ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ അഥവാ ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഡിജിറ്റൽ സിഗ്നൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ് സേവ് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മുടെ ചുറ്റുപാട് നോക്കുക, അനലോഗ് സിഗ്നൽസ് ആണ് മുഴുവൻ കാണുന്നത്. അനലോഗ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ കേൾക്കുന്ന സൗണ്ട്, കാണുന്ന വിഷ്വൽസ്, സ്മെല്ല്, ഓക്കെ, പ്രഷർ, ഇതെല്ലാം തന്നെ എന്താണ്? അനലോഗ് സിഗ്നൽസ് ആണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ടെമ്പറേച്ചർ അടക്കം എല്ലാം തന്നെ അനലോഗ് സിഗ്നൽസ് ആണ്. അപ്പൊ നമ്മുടെ റിയൽ വേൾഡിൽ ഉള്ള സിഗ്നൽസ് എല്ലാം അനലോഗ് സിഗ്നൽസ് ആണ്. ബട്ട് ഡിജിറ്റൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അപ്പൊ റിയൽ വേൾഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ റിയൽ വേൾഡിൽ കാണുന്ന അനലോഗ് സിഗ്നൽസിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? ഡിജിറ്റൽ സിസ്റ്റംസ് ഓൺലി റിസീവ്സ് ഡിജിറ്റൽ സിഗ്നൽസ്. ഡിജിറ്റൽ സിഗ്നൽസിനെ മാത്രമേ റിസീവ് ചെയ്യുന്നുള്ളൂ, പ്രോസസ് ചെയ്യുന്നുള്ളൂ, സ്റ്റോർ ചെയ്യുന്നുള്ളൂ. സോ ഔട്ട്സൈഡ് വേൾഡിൽ, നമ്മുടെ റിയൽ വേൾഡിൽ നിന്നുള്ള സിഗ്നൽസ്, ഇൻഫർമേഷൻ അനലോഗ് ആയതുകൊണ്ട് ഈ അനലോഗ് ഇൻഫർമേഷൻ നമുക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായി നമ്മൾ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ സർക്യൂട്ടിന്റെ പേരാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അഥവാ ADC. ഓക്കെ, അപ്പൊ നമ്മളുടെ ADCയുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ഹെൽപ്പ് യൂസ് ചെയ്താണ്, അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ ചുറ്റുമുള്ള അനലോഗ് ഇൻഫർമേഷനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും ADCയുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അനലോഗ് ഇൻപുട്ട് ആണ്. നമ്മുടെ റിയൽ വേൾഡിൽ നിന്ന് വരുന്ന അനലോഗ് ഇൻപുട്ട് ആണ്. With the help of ADC, we will convert the analog input to digital form. So ADCയുടെ ഔട്ട്പുട്ട് ഡിജിറ്റൽ ഇൻഫർമേഷൻ, ഡിജിറ്റൽ സിഗ്നൽ that will be given to the digital system. But digital system റിസീവ് ചെയ്യുന്നത് ADCയുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയിരിക്കും, ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും.
പിന്നീട് ഡിജിറ്റൽ സിസ്റ്റം ആ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡിജിറ്റൽ ഫോമിലായിരിക്കും. ഡിജിറ്റൽ സിസ്റ്റത്തിന് ഇൻപുട്ടും ഡിജിറ്റൽ ആയതുപോലെ തന്നെ ഔട്ട്പുട്ടും ഡിജിറ്റൽ ആയിരിക്കും. പക്ഷെ നമുക്ക് റിയൽ വേൾഡിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അനലോഗ് ആയതുകൊണ്ട് ഈ ഔട്ട്പുട്ട് ഓഫ് ദ ഡിജിറ്റൽ സിസ്റ്റം വിൽ ബി കൺവേർട്ടഡ് ബാക്ക് ടു അനലോഗ് ഫോമിലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സർക്യൂട്ട് ആവശ്യമുണ്ട്. ആ സർക്യൂട്ടാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഈ ഒരു സർക്യൂട്ട് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ സർക്യൂട്ട് യൂസ് ചെയ്താണ് ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിനെ അനലോഗ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ADC, ഡിജിറ്റൽ സിസ്റ്റം, DAC തമ്മിലുള്ള റിലേഷൻ ആണ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഔട്ട്സൈഡ് വേൾഡിൽ, റിയൽ വേൾഡിൽ നമ്മൾ അനലോഗ് ഇൻപുട്സ് ആണ് ഉള്ളത്, അനലോഗ് ഇൻഫർമേഷൻ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ADC we will convert the analog data to digital form. Okay? That will be given to the digital system, and the digital system can process this digital data and produce digital output. Okay? With the help of digital to analog converter DAC, we can convert the digital output to analog output. Okay, so ADCയും DACയും നിങ്ങൾ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ബ്രീഫായിട്ട് പറയാം. ഒന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, ഓക്കെ, ലാപ്ടോപ്സ്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്താണ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓർ ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അല്ലെ, ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ്, പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ഡിവൈസിനെ നമ്മൾ പ്രോഗ്രാമബിൾ ആണെന്ന് പറയും. അപ്പൊ ഡിജിറ്റൽ ഡിവൈസസിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാകും. അപ്പൊ ഈ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മളുടെ ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ സിസ്റ്റംസ് ഒക്കെ പ്രോഗ്രാമബിൾ ആണ്. നമുക്ക് പല വർക്കുകൾ ഒരു ഡിജിറ്റൽ സിസ്റ്റം യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റും അല്ലെ, അതോടൊപ്പം നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല വർക്കുകൾ നമുക്ക് ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ, നമുക്ക് പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ സിസ്റ്റംസ് പ്രോഗ്രാമബിൾ ആണെന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ആണ്, പല ഒരൊറ്റ സിസ്റ്റം തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമബിൾ ഡിവൈസ്, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മറ്റൊരു അഡ്വാൻറ്റേജ്, ഡിജിറ്റൽ സിസ്റ്റംസ് വളരെ വേഗം വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സിസ്റ്റം പല മൊഡ്യൂൾസ് ആയിട്ടാണ്, മോഡുലാർ ഡിസൈനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ സിസ്റ്റം മൊഡ്യൂൾസ് ആയിട്ട് ഡിസൈൻ ചെയ്യുക. അതോടൊപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ മൊഡ്യൂൾസ് നമുക്ക് വീണ്ടും റിഫൈൻ ചെയ്യും, അതിന്റെ പുതിയ വെർഷൻസും ഇറങ്ങും. പെട്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ സിസ്റ്റംസ് മോഡിഫൈ ചെയ്യാൻ പറ്റും, അതിന്റെ ഡിസൈനിങ് മോഡുലാർ രീതിയിലായതുകൊണ്ട്. അതോടൊപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ വേഗം തന്നെ നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അതോടൊപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ സെൻഡ് ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ നോയ്സ് കരുതാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു ഡിജിറ്റൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡിറ്റക്ട് ചെയ്ത എററുകൾ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ എറർ ഡിറ്റക്ഷനും എറർ കറക്ഷനും ഒക്കെ വളരെ വേഗം ചെയ്യാനുള്ള മെക്കാനിസം ഡിജിറ്റൽ സിസ്റ്റത്തിലുണ്ട്. പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡിജിറ്റൽ സിസ്റ്റംസിന് ചെറിയ ഫോമിലും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് വളരെ വലിയ അഡ്വാൻറ്റേജ്, ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. അത് പ്രോഗ്രാമബിൾ ആണ്, നമുക്ക് ഡിജിറ്റൽ സിസ്റ്റം വളരെ വേഗം ഡിസൈൻ ചെയ്യാൻ പറ്റും, മോഡുലാർ ഡിസൈനിങ് ആയതുകൊണ്ട്. അതുപോലെ നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് ഡിജിറ്റൽ ഫോമിലായതുകൊണ്ട്. ഇനി ഡേറ്റയിൽ എന്തെങ്കിലും നോയ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നോയ്സ് എറർ ഡിറ്റക്ഷനും അതുപോലെ തന്നെ സെൽഫ് എറർ കറക്ഷൻ വരെ ഇന്ന് ഡിജിറ്റൽ സിസ്റ്റത്തിലുണ്ട്. അതുപോലെ വളരെ ചെറിയ സൈസിൽ നമുക്ക് അത് ഡിജിറ്റൽ സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ കൂടുതൽ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് കണ്ടെത്തുക നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ.
നമുക്കിനി നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്പേഴ്സ്, നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതാവോ? ഒരു will you write some numbers on your book? കുറച്ച് നമ്പേഴ്സ് എഴുതിക്കോളൂ. പക്ഷെ നിങ്ങൾ 10 എന്നൊരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. 3.1415 പ്ലസ് 25 0 -8 -1 46.25. ഇതൊക്കെ ചില എക്സാമ്പിൾസ് ആണ് അല്ലെ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. നിങ്ങൾ മറ്റു പല നമ്പേഴ്സ് ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്പേഴ്സ് എന്നുള്ളത്, നിങ്ങൾക്ക് അറിയാം. ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈ ഡു വി യൂസ് ദീസ് നമ്പേഴ്സ്? നമ്പേഴ്സ് എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാലേ നമ്പേഴ്സ് എന്തിനാണ്? നമ്മൾ ചില വസ്തുക്കളുടെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, വാല്യൂ ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു 2000 റുപ്പീസ് ഇന്ത്യൻ കറൻസിയിൽ എന്താണ് അതിന്റെ വാല്യൂ ആണ് കാണുന്നത്. 2000 എന്നുള്ളത് എന്താണ്? അതിന്റെ വാല്യൂ ആണ്. ശരിയല്ലേ? ഒരു 100 രൂപയുടെ ഒരു നോട്ടിൽ ആ 100 എന്നുള്ളത് എന്താണ്? വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 25 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 250 സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ 250 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 250 എന്താണ് അവിടെ നമുക്ക് കാണുന്നത്? എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അല്ലെ, ക്വാണ്ടിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്, ക്വാണ്ടിറ്റി. അപ്പം ടെമ്പറേച്ചർ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ നമ്മൾ ക്വാളിറ്റി ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതുപോലെ തന്നെ വാല്യൂ, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം. വിജയ് സാർ ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞോട്ടെ. പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആ ഡൗട്ടുകൾ എഴുതിയിടുകയാണെങ്കിൽ നമ്മൾ അതിന് ശേഷം ഇതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം നമുക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ നിന്ന് എഴുതാം. താങ്ക് യു സർ. അപ്പൊ നമുക്കൊരു നമ്പർ കൺസിഡർ ചെയ്യാം. 7392. 7392 എന്നുള്ളൊരു നമ്പറാണ്. നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതിയിട്ടോളൂ. 7392. ഓക്കെ, 7392. ഈ നമ്പറിന്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡിജിറ്റ്സ് എന്താണ്? നമ്മുടെ നമ്പർ ഏതാണെന്ന് അറിയാം, 7392. ഈ നമ്പറിൽ നമുക്ക് 4 ഡിജിറ്റ്സ് കാണാൻ പറ്റും അല്ലെ? 4 ഡിജിറ്റ്സ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ആ ഡിജിറ്റ്സ്? 7, 3, 9 and 2. ഇതാണ് നമ്മുടെ ഡിജിറ്റ്സ്. ഓക്കെ, നമുക്ക് ആ നമ്പർ ഒന്നുകൂടെ വായിച്ചു നോക്കാം. 7392. അവിടെ ഈ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്ത നമ്പർ 7000 ഉണ്ട് അല്ലെ? 7000 7000. 7ന്റെ പൊസിഷൻ തൗസൻഡ്സിന്റെ അടുത്താണ്. 300s ഉണ്ട്, റൈറ്റ്? 300s. 3 നൂറുകളുണ്ട്. 90, 9 tens ഉണ്ട്. 90 എന്ന് പറഞ്ഞാൽ 90. 90 is equal to 9 tens. 9 പത്തുകളുണ്ട്. ആൻഡ് 2 ones. ശരിയല്ലേ? 2 ones. ഇപ്പൊ നമുക്ക് ഇതിനോട് ഡീകമ്പോസ് ചെയ്ത് നോക്കാം. ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് that number consists 7000s, 300s, 9 tens and 2 ones. That is equal to 7000 plus 300 plus 90 plus 2 ആണ്, റൈറ്റ്? ഇവിടെ 7392 എന്നുള്ളത് ഡിജിറ്റ്സ് ആണ്, ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ. പ്ലീസ് നോട്ട്, ദീസ് ആർ ഡിജിറ്റ്സ്. ഓർത്തിരിക്കും. അപ്പൊ 2ന്റെ പൊസിഷൻ ഉണ്ട്, 9 ഒരു പൊസിഷൻ ഉണ്ട്, 3ക്ക് ഒരു പൊസിഷൻ ഉണ്ട്, 7 ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ, 7392 ഡിജിറ്റ്സ് ആണ്. അപ്പൊ 7000 is equal to 7 multiplies 1000 ആണ് അല്ലെ? 7 multiplies 1000, 1000 ആണ് 7000. അപ്പൊ 7 multiplies, ഞാൻ അവിടെ റീപ്ലേസ് ചെയ്തു. 7000 ഞാൻ എങ്ങനെ റീപ്ലേസ് ചെയ്തു? 7 എന്നുള്ള അവിടെ ഡിജിറ്റ് ആണ്. 7 multiplies 1000s എന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ 300 എന്ന് എഴുതിയേക്കുന്നത് നോക്കൂ. 300 ഞാൻ റീപ്ലേസ് ചെയ്ത് 3 multiplies 100 ആണ് അല്ലെ? 3 multiplies 100. The next number is 2. What is 2? Sorry, next number is 90. It is 90. 9 multiplies 10 ആണ്. And the last number, that is 2. 2 multiplies 1. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണെന്ന് മനസ്സിലായി അല്ലെ? എന്തൊക്കെയാണ് പ്രോഡക്ട്സ്? 7 multiplies
1000, 3 multiplies 100, 9 multiplies 10 and 2 multiplies 1. ഇതൊക്കെയാണ് പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സുകളുടെ സമ്മാണ് ഈ നമ്പറിന്റെ ക്വാണ്ടിറ്റി. ഇവിടെ 7, 3, 9, 1 എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ പറയാം, അത് ഡിജിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ 100, 1000, 10, 1 ഇവയൊക്കെ എന്താണ്? 10ന്റെ പ്രോഡക്ട്സ് ആണ്. 10ന്റെ പ്രോഡക്ട്സ് ആണ് അല്ലെ? 10ന്റെ പ്രോഡക്ട്സ് ആണ്. അപ്പം 10ന്റെ പവേഴ്സ് ആണ് ഈ 100, 1000, 10, 1 എന്നൊക്കെ ഉള്ളത്. സോ 1000 ഈസ് നത്തിങ് ബട്ട് 10 to the power 3. ഞാൻ 7 multiplies 1000 എന്നുള്ളത് 7 multiplies 10 to the power 3 എന്ന് എഴുതി. അടുത്ത് നോക്കൂ, 3 multiplies 100, that is 3 multiplies 10 to the power 2. That is 10. 10 is equal to 10 to the power 1. That is 1. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 1നെ ഈ ഫോമിൽ എഴുതാം, 10 to the power 0. 10 to the power 0. So 10 to the power 3. 10 to the power 3. That is equal to 10 multiplies 10 multiplies 10. Okay. Well, 10 to the power 0. 10 to the power 0. That is equal to 1. X to the power 0. That is equal to 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? X to the power 0 equal to 1 is x not equal to 0 ആണെങ്കിൽ x to the power 0 that is equal to 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 10 to the power 0 equal to 1. അപ്പൊ നമുക്ക് 1നെ റീപ്ലേസ് ചെയ്ത് 10 to the power 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇങ്ങനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 26ന് നമുക്ക് എങ്ങനെ എഴുതാം? 20 plus 6, റൈറ്റ്? ദെൻ അതിന്റെ ഡിജിറ്റ്സ് ആണ് 2ഉം 6. 2ഉം 6. അപ്പൊ 2 multiplies 10 plus 6 multiplies 1. But 10 that is equal to 10 raised to 1 and 1 is equal to 10 raised to 0. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസും ഇൻഡിജേഴ്സ് ആണ് ഉള്ളത്, ഇൻഡിജർ നമ്പറാണ്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ, തേർഡ് എക്സാമ്പിൾ, ഇവിടെ 26.758 എന്നാണ് നമ്പർ. 26.785 ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നൊക്കെ എങ്ങനെയാണ് നോക്കാം. Our number is 26.758. 26.758. ഓക്കെ. അപ്പൊ ഈ നമ്പറിലെ ഫസ്റ്റ് 26 എന്നുള്ളത് ഇൻഡിജർ പാർട്ടാണ്. 0.75 758 ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പൊ ഈ നമ്പർ ഇൻഡിജർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട് അല്ലെ? ശരിയല്ലേ? അപ്പൊ ഈ പോയിന്റ് നമ്മൾ പറയുന്നതാണ് റാഡിക്സ് പോയിന്റ് എന്ന് പറയുന്നതാണ് റാഡിക്സ് പോയിന്റ്. RADIX റാഡിക്സ്. റാഡിക്സ് പോയിന്റ് എന്താണ് ചെയ്യുന്നത്? ഇൻഡിജർ പോർഷനും ഫ്രാക്ഷണൽ പോർഷനും തമ്മിൽ വേർതിരിച്ച് കാണിക്കും അല്ലെ? 26ഉം 75നെ നമുക്ക് വേർതിരിച്ച് കാണിക്കാൻ പറ്റും. 26 എന്നുള്ളത് റാഡിക്സ് പോയിന്റ് ലെഫ്റ്റ് സൈഡുള്ള പോർഷൻ ഇൻഡിജർ പോർഷനും റാഡിക്സ് പോയിന്റ് റൈറ്റ് സൈഡിലുള്ള പോർഷൻ എന്താണ്? ഫ്രാക്ഷണലും ആണ്. ഓക്കെ. നമുക്ക് ഈ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 2, 6, 7, 5, 8 ആണ് ഡിജിറ്റ്സ്. ഈ ഡിജിറ്റ്സിന്റെ പൊസിഷൻസ് നമുക്ക് നോക്കാം. പൊസിഷൻസ് എഴുതുമ്പോൾ റാഡിക്സ് പോയിന്റ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റ് 6 ആണ് ഇവിടെ. അതിന്റെ പൊസിഷൻ 0 ആണ്. ഓക്കെ. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും പൊസിഷൻ ഇൻക്രിമെന്റ് ചെയ്ത് വരും 0. റൈറ്റിലേക്ക് പോകുമ്പോൾ പൊസിഷൻ ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ 7ന്റെ പൊസിഷൻ -1. ഓക്കെ. Then what will be the position of 5? That will be 2. Take the next number, that is 8. അവിടേക്ക് വരുമ്പോൾ അതിന്റെ പൊസിഷൻ 3 ആണ്. അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നില്ലേ മുകളിൽ ഞാൻ റെഡ് കളറിൽ, ഇതെല്ലാം പൊസിഷൻസ് ഓഫ് ഡിജിറ്റ്സ് ആണ്. Those are positions. പൊസിഷൻസ്. അപ്പൊ നമ്മളൊരു നമ്പർ കിട്ടിയാൽ അതിന്റെ പൊസിഷൻസ് എഴുതാൻ നമുക്ക് പറ്റണം. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്ത നമ്പർ
7 3 9 2 ആയിരുന്നു അല്ലെ. ഈ നമ്പറിലാണ് നമുക്ക് ഇന്റിജർ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ 2ന്റെ പൊസിഷൻ 0, 9ന്റെ പൊസിഷൻ 1, 3യുടെ പൊസിഷൻ 2 ആൻഡ് ദ പൊസിഷൻ ഓഫ് 7 വിൽ ബി 3. ഇങ്ങനെ നമുക്ക് എഴുതേണ്ടി വരും. ഇപ്പൊ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ എഴുതാൻ പറ്റണം. അപ്പൊ അത് ഇന്റിജർ പോർഷൻ ആണെങ്കിൽ ആ ഇന്റിജർ പോർഷന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ പൊസിഷൻ 0 ആയിരിക്കും. ഓക്കെ, അവിടുന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊസിഷൻ കൂടി വരുന്നതായിട്ട് കാണാം. 26.75 നമുക്ക് ഇന്റിജർ പോർഷനും ഉണ്ട്, ഫ്രാക്ഷണൽ പോർഷനും ഉണ്ട്. അതിൽ നിങ്ങൾ ഇന്റിജർ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇന്റിജർ പോർഷന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇറ്റ്സ് പൊസിഷൻ ഈസ് 0. അവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോവുക. അപ്പോൾ 1 2 3 എന്ന് എഴുതി പോവുക. റൈറ്റിലേക്ക് പോകുമ്പോൾ ഡിക്രിമെന്റ് ചെയ്യുക, 1 ഡിക്രിമെന്റ് ചെയ്യുക. അപ്പോൾ -1 -2 -3. ഇതാണ് ഒരു ഡിജിറ്റ്സ് ഒരു നമ്പറിലെ ഡിജിറ്റ്സ് അതിന്റെ പൊസിഷനും എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ നമ്പറിൽ നോക്കുമ്പോൾ നമുക്ക് അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ 20 + 6 + 0.7 + 0.05 + 0.008 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, then 20 നമ്മൾ എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഫോമിൽ 2 × 10 6 6 × 1 but is 0.7, that is 7 × 0.1 but is 0.05, that is 5 × 0.01 but is 0.008, that is nothing but 8 × 0.001. ഓക്കെ, അപ്പൊ ഈ സം ഓഫ് പ്രോഡക്റ്റ് ഫോമില് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന എല്ലാം ഡിജിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. 2 6 7 5 8 ഇതെല്ലാം ഡിജിറ്റ്സ് ആണ്. പിന്നെ വരുന്നതെല്ലാം 10ന്റെ പവർ ആണ്. 10 is the power of 10, 1 is another power of 10, 0.1 is the power of 10, 0.01 is the power of 10. ഇനി നമുക്ക് പവർ ആയിട്ട്, so we have another form. 2 this is equal to 2 multiplies 10 to the power 1 plus 6 multiplies 10 to the power 0 plus 7 multiplies 10 to the power -1 by 10. 0.1 is equal to 10 to the power of -1. എന്തുകൊണ്ടാണ് അത് അങ്ങനെ എഴുതുന്നത്? Is 10 to the power of -1, that is equal to 1 divides 10 to the power of 1, that is equal to 0.1. ജനറൽ ഫോം എങ്ങനെയാണ്? 1 divides x raised to 1, x to the power n, that is equal to x to the power -n. നിങ്ങളിത് സ്കൂൾ ലെവൽ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 10 to the power -2, that is equal to 1 divides 10 to the power 2, that is equal to 1/100 എഴുതാൻ പറ്റും. that is equal to 0.01. കറക്റ്റ് അല്ലേ? അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കും. 1 divides x raised to n, that is equal to x to the power -1 -n എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 എക്സാമ്പിൾസ് നോക്കി. ഈ 3 എക്സാമ്പിൾസിലും നമ്മൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണെന്ന് മനസ്സിലാക്കി അല്ലെ. കുറെ പ്രോഡക്ട്സിന്റെ സമ്മുകളായിട്ട് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നതാണ്. അവിടെ പ്രോഡക്റ്റിൽ എന്തൊക്കെയുണ്ട്? പ്രോഡക്റ്റിൽ ഡിജിറ്റ്സ് ഉണ്ട്, പിന്നെ 10ന്റെ പവർ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നെ നമുക്ക് 10 കോമൺ ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 10 എന്നുള്ളത് ഈ നമ്പേഴ്സിന് 10 ഈസ് ദ ബേസ് ഓഫ് ദീസ് നമ്പർ. ബേസ് എന്ന് പറയാം BASE, ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ 3 നമ്പറിന്റെയും ബേസ് എന്നത് 10 ആണ്. 10 ബേസ് ആയിട്ടുള്ള നമ്പേഴ്സിന് ഒരു പേരുണ്ട്, ഡെസിമൽ നമ്പർ എന്ന് പറയും. ഡെസി മീൻസ് 10. ഡെസി എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 10 ആണ്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ എല്ലാം ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് these numbers are called as decimal numbers. ഓർത്തിരിക്കുക, ഡെസിമൽ നമ്പേഴ്സിന്റെ ബേസ് എന്നുള്ളത് 10 ആണ്. ഡെസിമൽ നമ്പേഴ്സിനെ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അവിടെ പവർ ആയിട്ട് വരുന്നത് 10ന്റെ പവറുകളായിരിക്കും. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ഇതുപോലെ വേറെ എക്സാമ്പിൾസും എഴുതി നോക്കുക, തന്നെ എക്സാമ്പിൾസ് എഴുതി നോക്കി നോക്കും. അപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഒക്കെ എഴുതി. ആ നമ്പേഴ്സ് എല്ലാം തന്നെ എന്തായിരുന്നു? ഡെസിമൽ നമ്പേഴ്സ് ആയിരുന്നു. ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ റിയൽ ലൈഫിൽ, നമ്മൾ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നോക്കൂ, അപ്പൊ 10 എന്നുള്ളത് അതിന്റെ
ബേസ് ആണ്, അല്ലെങ്കിൽ ബേസിന് വേറൊരു പേരുണ്ട്, റാഡിക്സ് ആണ്. 6, 3, 6, 2, 7, 5, 8, 3 എന്നൊക്കെ ഉള്ളത് എന്താണ്? ഡിജിറ്റ്സ് ആയിരുന്നു. 10ന്റെ പവർ ആയിട്ട് എഴുതിയിരിക്കുന്നത് നോക്കൂ, ഈ പവറുകളൊക്കെ എന്താണ്? അതിന്റെ പൊസിഷൻ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ 8, 26.758. ഇവിടെ 8 എന്നുള്ളത് എന്താണ്? 8 ഒരു ഡിജിറ്റ് ആണ്. 8ന്റെ പൊസിഷൻ എന്താണ്? -3 ആണ്. സോ ആ ടൈം എന്തായി? 8 മൾട്ടിപ്ലൈസ് 10 to the power -3 എന്ന് വന്നു അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ബേസ് 10. അപ്പൊ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് നോർമലി നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്തു. പക്ഷെ നമ്മൾ ഈ സബ്ജക്റ്റില് മറ്റു ചില നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. 10 ബേസ് അല്ലാത്ത നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് തിരിച്ചറിയണം ഡെസിമൽ നമ്പേഴ്സിനെ മറ്റു നമ്പേഴ്സിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്പേഴ്സിനോടൊപ്പം തന്നെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ 10 കൂടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കൂ, നമ്മൾ 7392 7392 ആ നമ്പറിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് എഴുതി? 10 എന്നും കൂടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ചെറിയ ലെറ്ററിൽ 10 കൂടെ എഴുതിയിട്ടുണ്ട്. ടേക്ക് ദ സെക്കൻഡ് എക്സാമ്പിൾ 26 to the base 10. അപ്പൊ ഈ 10 നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യാണ്, ദിസ് നമ്പർ ഈസ് എ ഡെസിമൽ നമ്പർ. നമ്മൾ ഇനിയും പല ടൈപ്പിലുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസ് 10 അല്ലാത്ത നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ നമ്പേഴ്സിനോടൊപ്പം തന്നെ അതിന്റെ ബേസും കൂടെ നമ്മൾ ചെറിയ ലെറ്ററിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അത് കാണാൻ കഴിയും. 7392 എന്നുള്ളതാണ് അതിന്റെ നമ്പർ. അതിന്റെ കൂടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 10 കൂടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഗുഡ്, മനസ്സിലായല്ലോ? ഓർത്തിരിക്കുക, ചില നമ്പേഴ്സിൽ ഇൻഡിജർ പാർട്ടും ഉണ്ടായിരിക്കും, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഡിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പോയിന്റ് യൂസ് ചെയ്താണ്. ഈ പോയിന്റ് നമ്മൾ പറയുന്നത് നോർമലി പറയുന്നത് റാഡിക്സ് പോയിന്റ് എന്നാണ്. അപ്പൊ ഡെസിമൽ നമ്പേഴ്സിൽ അതിനെ കുറച്ചും കൂടെ നമ്മൾ ഡെസിമൽ പോയിന്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? നോർമലി നമുക്ക് അതിനെ റാഡിക്സ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. റാഡിക്സ് പോയിന്റ് ദാറ്റ് സെപ്പറേറ്റ്സ് ഇൻഡിജർ പാർട്ട് ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട്. ക്ലിയർ? സാർ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 26.7058 ആണെങ്കിൽ സാർ നേരത്തെ കാണിച്ചാൽ 758 എന്നാണല്ലോ കാണിച്ചത്. അപ്പൊ അതിനകത്ത് ആ 0 എടുക്കുമോ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സാർ ഒരു നിമിഷം, നമ്പർ ഈസ് 26.7058. ഓക്കെ സാർ, ഓക്കെ 58. നമ്മുടെ പഴയ നമ്പർ തന്നെ, അതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രാക്ഷണൽ നമ്പറിൽ 70 വരുന്നുണ്ട് അവിടെ. 26.7058. വെൽ, ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, വീഡിയോ കൂടി നോട്ട് ചെയ്യുകയാണെങ്കിൽ സാറിന് കുട്ടികൾക്ക് കാണും കൂടി ചെയ്യാമായിരുന്നു. വീഡിയോ സാറിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓൺ ആയിട്ടുണ്ടല്ലേ സാർ? ഓക്കെ, അപ്പം ഒരു സംശയം ചോദിച്ച ഒരു കുട്ടി, നമുക്ക് 26.7058 എന്നുള്ള നമ്പർ, ഇത് നമ്മൾ ഒരു ഡെസിമൽ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബേസ് 10 ആണ്. ഓക്കെ, ബേസ് 10. ഈ നമ്പറിനെ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? അപ്പൊ ഈ നമ്പർ ഡിജിറ്റ്സ് 2, 6, 7, 0, 5, 8 ഇതൊക്കെയാണ് അതിന്റെ ഡിജിറ്റ്സ് അല്ലെ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഡിജിറ്റ്സിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു ഇൻഡിജർ പാർട്ട് ആദ്യം കൺസിഡർ ചെയ്യണം. ഇൻഡിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 26 ആണ്. ഇൻഡിജർ പാർട്ടിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണ്. അപ്പൊ അതിന്റെ പൊസിഷൻ 0 ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഇൻഡിജർ പാർട്ട് കൺസിഡർ ചെയ്യാം. ഇൻഡിജർ പാർട്ടിന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഇവിടെ 6 ആയതുകൊണ്ട് 6ന്റെ പൊസിഷൻ 0 ആണ്. ഓക്കെ, അതിന്റെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോകും, 2. റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? പൊസിഷൻ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ 7ന്റെ പൊസിഷൻ -1, 0 നമ്മൾ കൺസിഡർ ചെയ്യണം. 0യുടെ പൊസിഷൻ -2. ഓക്കെ, 5ന്റെ പൊസിഷൻ -3, 8ന്റെ പൊസിഷൻ -4. ഈ രീതിയിൽ നമ്മൾ പൊസിഷൻസ് ആണ്. അത് ഏത് നമ്പർ സിസ്റ്റം ആയാലും നിങ്ങൾ പൊസിഷൻസ് കണ്ടുപിടിക്കണം. പൊസിഷൻസ് എഴുതാൻ മറക്കരുത്. അപ്പൊ പൊസിഷൻസ് ഇങ്ങനെ എഴുതണം. ഇവിടെ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ട അവിടെ ഇൻഡിജർ നമ്പർ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പൊ ചില നമ്പേഴ്സിന് ഇൻഡിജർ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ചില നമ്പേഴ്സിന് ഇൻഡിജർ നമ്പറും ഫ്രാക്ഷണൽ പോർട്ടും ഉണ്ടാകും. ചില നമ്പേഴ്സിലെ ഫ്രാക്ഷണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇൻഡിജർ
പൊസിഷൻ ഇന്റിജർ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ഇന്റിജർ നമ്പർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവിടെ റാഡിക്സ് പോയിന്റ് ഉണ്ട് അല്ലെ? റാഡിക്സ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇന്റിജർ നമ്പർ, റൈറ്റ് സൈഡിലുള്ളതാണ് ഫ്രാക്ഷണൽ നമ്പർ. അപ്പൊ ഇന്റിജർ നമ്പറിലെ ലെഫ്റ്റ് സൈഡ് ഇന്റിജർ ഫ്രാക്ഷണൽ നമ്പറും ഉണ്ടാവും. ഓക്കെ, ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റിന്റെ പൊസിഷൻ എന്നുള്ള 0 ആണ്. അതുപോലെ തന്നെ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റിന്റെ പൊസിഷൻ -1 ആണ്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുക, റൈറ്റിലേക്ക് പോകുമ്പോൾ ഡിക്രിമെന്റ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യുക. ഇനി നമുക്ക് വളരെ എളുപ്പം എഴുതാൻ പറ്റും. ഇനി ഓരോ ഡിജിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 2 മൾട്ടിപ്ലൈസ് നമ്മുടെ ബേസ് ഇവിടെ 10 ആണ്, 10 ടു ദ പവർ ഓഫ് പൊസിഷൻ, ഇവിടെ പൊസിഷൻ ഏതാണ്? 1 ആണ് പ്ലസ്. ഓക്കെ, അടുത്ത ഡിജിറ്റ് കൺസിഡർ ചെയ്യുക, 6 ആണ് അടുത്ത ഡിജിറ്റ് മൾട്ടിപ്ലൈസ് ബേസ് എന്താണ്? 10 ആണ് ബേസ്. ഓക്കെ, 10 ടു ദ പവർ ഓഫ് പൊസിഷൻ, ഇവിടെ പൊസിഷൻ എന്താണ്? 0 പ്ലസ് 7 multiplies 10 to the power of position. Position ഇവിടെ എന്താണ്? 7ന്റെ പൊസിഷൻ -1 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ്? 0 ആണ് അടുത്ത ഡിജിറ്റ്. 0 multiplies 10 to the power of 0യുടെ പൊസിഷൻ എന്താണ്? -2 ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 10 to the power of -2 multiplies 0, ഈ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ 0 ആണ്, നമുക്കത് അറിയാം. അതുകൊണ്ട് അത് പക്ഷെ നമ്മൾ പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ 0 കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റോങ് ആയിട്ട് വരും. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ എപ്പോഴും ഓൺ ആയിട്ടില്ല, കുട്ടികൾ കാണും. സാറിന് എനിക്കൊന്ന് കാണുന്നുണ്ട്, കുട്ടികൾക്ക് വലിയൊരു ആഗ്രഹം. വീഡിയോ കൂടി സാർ ഒന്ന് ഓൺ ചെയ്തിട്ട്. ഓക്കെ സാർ, ഞാൻ വീഡിയോ ഓൺ ആയെന്നാണ് എഴുതിയത്. താഴത്തെ കൺട്രോൾ സെക്കൻഡ് ബട്ടൺ. ഓക്കെ സാർ, കാണാം. ഞാനത് വീഡിയോ ഓൺ ആയെന്നുള്ള രീതിയിലായിരുന്നു ക്ലാസ് എടുത്തത്. ഓക്കെ, അപ്പം ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇനി അടുത്ത 5 ഡിജിറ്റ് ആണ്. 5 മൾട്ടിപ്ലൈസ് 10 to the power -3. ഓക്കെ, പ്ലസ് 8 is the next digit. 8 multiplies 10 to the power -4. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ശ്രദ്ധിക്കുക, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ബേസ് 10 ആയത് എന്തുകൊണ്ടാണ്? 10ന്റെ പവേഴ്സ് വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓരോ ഡിജിറ്റിനെ 10ന്റെ പവർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നുള്ളത് 10 ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഡെസി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 10 ആണ് അല്ലെ? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസും 10 സിമ്പിൾസ് ആയിരിക്കും. The symbols are 0, 1, 2, 3 up to 9. ഇങ്ങനെ 10 സിമ്പിൾസ് ആണ് നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റാഡിക്സ് എത്രയാണോ അത്രയും സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. 10 സിമ്പിൾസ് ആണെങ്കിൽ 0 മുതൽ 10 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഈ സിമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒരു സിമ്പിൾസ് യൂസ് ചെയ്യില്ല. സോ ദ ഡെസിമൽ നമ്പർ സിസ്റ്റം, we can say that a decimal number system a decimal number that is a number that is a sequence of digits of 0 to 9. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സിന്റെ ഒരു സീക്വൻസ് ആണ് ഒരു നമ്പർ. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. 20, 20, 2 0 ഈ സിമ്പിൾ സെറ്റ് ഉള്ളതാണ്. നെക്സ്റ്റ് നമ്പർ 10.001 to the base 10. അവിടെ ഓരോ ഡിജിറ്റും നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ഈ സിമ്പിൾ സെറ്റിലുള്ള ഡിജിറ്റ്സ് ആണ്. ടേക്ക് ദ തേർഡ് എക്സാമ്പിൾ 37801 to the base 10. ഇവിടെ 37801 ഇതെല്ലാം തന്നെ എന്താണ്? സിമ്പിൾ സെറ്റിലുള്ളതാണ് അല്ലെ? നെക്സ്റ്റ് നമ്പർ കൺസിഡർ ദ നെക്സ്റ്റ് നമ്പർ 1010 to the base 10. ഇവിടെ എല്ലാ നമ്പേഴ്സും സിമ്പിൾ സെറ്റിലുള്ളതാണ്. അപ്പൊ ഒരു ഡെസിമൽ നമ്പർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ആ ഡെസിമൽ നമ്പറിലെ ഓരോ ഡിജിറ്റും സിമ്പിൾ സെറ്റിലുള്ളതായിരിക്കും. എന്താണ് അതിന്റെ സിമ്പിൾ സെറ്റ്? നമ്മൾ പറഞ്ഞു 0 മുതൽ 9 വരെയുള്ള സിമ്പിൾസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. എത്രയാണോ ബേസ് അത്രയും സിമ്പിൾ ആയിരിക്കും ഒരു നമ്പർ സിസ്റ്റത്തിലുള്ളത്. യു അണ്ടർസ്റ്റാൻഡ് ദിസ്. നമുക്കിനി അടുത്ത നമ്പർ സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എവിടെയൊക്കെയാണ്? വിൽ യു റൈറ്റ് സം പ്ലേസസ് വെർ യു ക്യാൻ സീ ഡെസിമൽ നമ്പേഴ്സ്? നിങ്ങൾ ഡെസിമൽ നമ്പേഴ്സ് കാണുന്ന ചില സ്ഥലങ്ങൾ പറയാൻ പറ്റുമോ? ഡെസിമൽ നമ്പേഴ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയൊക്കെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്? യെസ്,
നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കറൻസിയിലെ അല്ലെങ്കിൽ ബാങ്ക് ചെക്കിലെ ചെക്ക് ലീവ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. നിങ്ങൾ യൂസ് ചെയ്യുന്ന പേജ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പേഴ്സ്, ഫോൺ നമ്പേഴ്സ്, സ്കോർ ബോർഡ്, നിങ്ങൾ ക്രിക്കറ്റ് ബോർഡിന്റെയൊക്കെ സ്കോർ ബോർഡുകളിലും അല്ലെ, എല്ലായിടത്തും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഡെസിമൽ നമ്പേഴ്സ് ആണ്. അപ്പം നമ്മൾ അവിടെയൊന്നും നമുക്ക് ബേസ് അവരെ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ എഴുതണം ബേസ്. ഒരു നമ്പറിന്റെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 10 എന്നുള്ള ബേസ് എഴുതാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് നമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു 7 നമ്പേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഡെസിമൽ നമ്പർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? നോക്കൂ, വളരെ ഈസിയാണ്. ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അതിന്റെ ബേസ് 10 ആണോ എന്ന് നോക്കിയാൽ മതി. ഡെസി ഇൻഡിക്കേറ്റ് 10 എന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളെ, നിങ്ങൾ അപ്പോൾ ഇതിലെ ഡെസിമൽ നമ്പേഴ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. യെസ്, ഫസ്റ്റ് നമ്പർ നോക്കി, അതിന്റെ ബേസ് 8 ആണ്. ദിസ് ഇസ് നോട്ട് എ ഡെസിമൽ നമ്പർ. സെക്കൻഡ് നമ്പർ കൺസിഡർ ചെയ്യൂ, 10 to the base 10 ആണ്. സെക്കൻഡ് ഈസ് എ ഡെസിമൽ നമ്പർ. മൂന്നാമത്തെ നോക്കൂ, അതിന്റെ ബേസ് 2 ആണ്. 2 അല്ല ഡെസിമൽ നമ്പറിന്റെ ബേസ് അല്ലേ. അപ്പോൾ തേർഡ് നമ്പർ ഈസ് നോട്ട് എ ഡെസിമൽ നമ്പർ. കൺസിഡർ ദ ഫോർത്ത് വൺ, 28, ദാറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ. ഓക്കെ, fifth, what about fifth number? That is not a decimal number. What about sixth number? That is not a decimal number since its base is 16. Okay, right. I take the last one. Yeah, that is a decimal number. You got it. കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാൻ വളരെ, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന്റെ ബേസ് 10 ആണ്. 10 ആണോ നോക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ നോർമലി നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് 10 ബേസ് ആയിട്ട് എഴുതാറില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമ്മൾ അങ്ങനെ എഴുതണം. കാരണം നമ്മൾ വി ആർ യൂസിങ് സം അതർ നമ്പർ സിസ്റ്റംസ് ഓൾസോ. നമുക്കിനി ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് പോകാം. ഡെസിമൽ നമ്പർ സിസ്റ്റം മനസ്സിലായ ഒരു കുട്ടിക്ക് വളരെ എളുപ്പം ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റും. ബട്ട് ബൈനറി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ബൈ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 2-നെയാണ്. ഓക്കെ, ബൈനറി നിങ്ങൾ ബുക്കിൽ എഴുതിക്കോളൂ, ബൈനറി നമ്പർ സിസ്റ്റം. അപ്പൊ ബൈനറി എന്ന് ഉദ്ദേശിക്കുന്നത് ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ അവിടെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് ഈക്വൽ ടു 2. എത്രയാണോ ബേസ് അത്രയും സിമ്പിൾസ് ഉണ്ടാകും. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബേസ് n ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് സിമ്പിൾസ് n ആയിരിക്കും. ബേസ് 6 എന്ന സിമ്പിൾ കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് സിമ്പിൾസ് 6 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇൻ എ ബൈനറി സിസ്റ്റം വി ഹാവ് 2 സിമ്പിൾസ്, 2 സിമ്പിൾസ് ആണ്. അപ്പം ദോസ് സിമ്പിൾസ് ആർ 0 and 1. 0 1. ഇപ്പൊ ഈ 2 സിമ്പിൾസ് മാത്രമേ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുള്ളൂ. വേറൊരു ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. സോ വി ക്യാൻ സേ ദാറ്റ് എ ബൈനറി നമ്പർ ഈസ് എ സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. 0യുടെ 1ന്റെ ഒരു സീക്വൻസ് ആണ് ബൈനറി നമ്പേഴ്സ് അല്ലെ. അപ്പൊ നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കിക്കോളൂ. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം ബൈനറി ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ 2 ബേസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ബേസ് ആണ്. അപ്പൊ 1 0 to the base 2 ഇത് ഡെസിമൽ അല്ല, ഇത് ബൈനറി ആണ്. കാരണം എന്താണ്, സാർ ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ബേസ് ആയിട്ട് വരുന്നതുകൊണ്ട് അത് ബൈനറി ആണെന്ന് മനസ്സിലായി. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ ബൈനറി ആണ്. ദീസ് നമ്പേഴ്സ് യൂസസ് either 0 or 1. ഒന്നുകിൽ 0 1 ഒക്കെ യൂസ് ചെയ്താണ് അല്ലെ. ഈ നമ്പേഴ്സ് എല്ലാം, ദീസ് നമ്പേഴ്സ് ആർ ദ സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. 0യുടെയും 1ന്റെയും ഒരു സീക്വൻസ് ആണ്. ഇതിലൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോളൂ, അതിൽ ഇന്റിജറും ഫ്രാക്ഷൻ പാർട്ടും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് 2ന്റെ പവറുകൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ബേസ് 2 ആയതുകൊണ്ട് നമ്മൾ പ്രോഡക്ട്സിൽ 2ന്റെ പവറുകൾ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി ഈ ലിസ്റ്റ് കൊടുക്കുന്നുള്ളൂ. 2 raised to 0, 1, 2 raised to 1, 2, 2 raised to 2, 2 raised to 4, 2 raised to 3, 8, 2 raised to 4, 16 എന്ന് പറഞ്ഞ് നമുക്ക് പോകും. അതുപോലെ തന്നെ നെഗറ്റീവ് പവർ നിങ്ങൾ ഓർത്തിരിക്കുക. 2 raised to -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to -1 is equal to 1/2 raised to 1 ആണ്. ഓക്കെ, 2 raised to -x എഴുതിക്കോ. 2 raised to -x equal to 1/2 raised to x ആണ്. അതാണ് ജനറൽ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 2 raised to -1.5 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് 2 raised to -1.5 കിട്ടുന്നത്? 2 raised to -1 is equal to 1/2 raised to 1 ആണ്. അപ്പൊ 1/2 equal to 0.5 ആണ്. 2 raised to -2 is equal to 1. 2 raised to -2 is equal to 1/2 raised to 2 ആണ്. ഓക്കെ, that is equal to 1/4 equal to 0.25 ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു നമ്പർ, ഒരു ബൈനറി നമ്പർ കൺസിഡർ ചെയ്യും. ഇതൊരു ബൈനറി നമ്പർ എന്ന് പറയാം. കാരണം എന്താണ്, ഇതിന്റെ ബേസ് 2 ആയിട്ട് ഇവിടെ സബ്സ്ക്രിപ്റ്റ് ഉണ്ടോ, ചെറുതായിട്ട് 2 എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. സോ ദിസ് നമ്പർ ഈസ് എ ബൈനറി നമ്പർ. And it has 5 digits. ഈ നമ്പറിൽ 5 digits ഉണ്ട്. And those digits are 1, 1, 0, 1 and 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്പറിന്റെ ക്വാണ്ടിറ്റി, അത് ഡെസിമൽ ആയിക്കോട്ടെ, ബൈനറി ആയിക്കോട്ടെ, ഇനി പഠിക്കാൻ പോകുന്ന നമ്പർ ആയിക്കോട്ടെ, ഏത് നമ്പർ ആയാലും ആ നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്.
ഞാൻ അതിന്റെ ഡിജിറ്റിന്റെ പൊസിഷൻ കാണിക്കും. അപ്പൊ നമ്മളെ നമ്പർ ഏതായിരുന്നു? നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 1 1 0 1 1 ആണ് നമ്മുടെ നമ്പർ. ഈ നമ്പർ ഡെസിമൽ നമ്പർ അല്ല, ബൈനറി നമ്പർ ആണ്. അത് അറിയിക്കാൻ വേണ്ടി 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്പേഴ്സിന്റെയൊക്കെ ഈ ഡിജിറ്റ്സിന്റെയൊക്കെ പൊസിഷൻ നമ്മൾ എഴുതണം. ഇവിടെ നമ്മൾ ഡിജിറ്റ്സ് ഉണ്ട്, ഈ ഡിജിറ്റിന്റെ പൊസിഷൻ. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പൊസിഷൻസ് എഴുതി വരുന്നത് അറിയാം. അപ്പൊ ഇതൊരു ഇന്റിജർ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പൊസിഷൻ എഴുതാം. 0 1 2 3 4. ഓക്കെ, ഇങ്ങനെ പൊസിഷൻ എഴുതാം. നമ്മൾ ആദ്യം ചെയ്യണം, ഇത് കറക്റ്റ് ആയിരിക്കണം. ഈ പൊസിഷൻ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, വിജയ് സാറേ നെഗറ്റീവ് പവർ വരുന്നത് ഒന്നും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്നുണ്ട് സാർ, എക്സാമ്പിൾസ് വരുന്നുണ്ട് സാർ, എക്സാമ്പിൾസ് വരുന്നുണ്ട്. Then which is equal to, ഓക്കെ, ആദ്യം നമ്മൾ എന്ത് എഴുതും? ഡിജിറ്റ് എഴുതും. ഡിജിറ്റ് ഇവിടെ എന്താണ്? ലെഫ്റ്റ് സൈഡ് ഡിജിറ്റ് 1 ആണ്. ഡിജിറ്റ് മൾട്ടിപ്ലൈസ് നമ്മളുടെ ബേസ് എന്താണ്? ഇവിടെ 2 ആണ് ബേസ് അല്ലെ. ബേസ് ടു ദ പവർ അവിടെ പൊസിഷൻ ഏതാണ്? 4 ആണ് പൊസിഷൻ. ക്ലിയർ? 4 ആണ്. പ്ലസ് ഇനി അടുത്ത ഡിജിറ്റുകൾ കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ 1 ആണ്. 1 multiplies, our base is 2, so 1 multiplies 2 to the power ഏതാണ് പവർ വരുന്നത്? അതിന്റെ പൊസിഷൻ അവിടെ 3 ആണ്. ക്ലിയർ ആയില്ലേ? പ്ലസ് അടുത്ത ഡിജിറ്റ് ഏതാണ്? 0 multiplies 2 to the power 2. 0യുടെ പൊസിഷൻ 2 ആയി. പ്ലസ് ഓക്കെ, അടുത്ത ഡിജിറ്റ് ഏതാണ്? 1 ആണ്. 1 multiplies 2 to the power 1. ആ 1ന്റെ പൊസിഷൻ 1 ആണ്. പ്ലസ് 1 multiplies 2 to the power 0. നമുക്ക് നോക്കാം. 1 multiplies 2 to the power 4. 2 raised to 4. 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 16 ആണ്. ഓക്കെ, പ്ലസ് 2 raised to 3 8. 8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും. ഓക്കെ, 0 multiplies 2 raised to 4. 0 multiplies anything, that is 0 ആണ്. ഇപ്പൊ 2 raised to 2 raised to 4 ആണെങ്കിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് 0 ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് 2 to the power 1. 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ, 2 raised to 0 ഓർത്തിരിക്കുക, നിങ്ങൾ തെറ്റിക്കരുത്. 2 raised to 0 is equal to 1. ഓക്കെ, നമ്മൾ പറഞ്ഞു x raised to 0 equal to 1. So 2 raised to 0 equal to 1. 1 multiplies 1 equal to 1. So ഫൈനൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 16 plus 8 plus 2 plus 1 ആണ്. That is equal to 27 എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 27 ആണ് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഓരോ ഡിജിറ്റ്സിന്റെയും പൊസിഷൻ എഴുതുക. റൈറ്റ് മോസ്റ്റ് പൊസിഷൻ ഇന്റിജർ പാർട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ പൊസിഷൻ 0 ആണ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, ഫൈനൽ റിസൾട്ട് 27 ആണ്. ഇവിടെ 27 എന്നുള്ളത് എന്താണ്? അതൊരു ഡെസിമൽ വാല്യൂ ആണ് അല്ലെ, ഡെസിമൽ വാല്യൂ. അതുകൊണ്ട് ഞാൻ അവിടെ ഡെസിമൽ വാല്യൂ എന്ന് അറിയിക്കാൻ വേണ്ടി 10 എന്ന് അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ ആക്ച്വലി ഇത് ചെയ്തത് ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഓക്കെ, the number is 10.1011 to the base 2. ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ. 10 ഇവിടെ 10 ആണ്, നോട്ട് 10. 10.1011 to the base 2 ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കും. 10.1011. ഇതാണ് നമ്മുടെ നമ്പർ. ഇത് ബൈനറി നമ്പർ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ. ഇന്റിജർ പാർട്ട് മനസ്സിലായി. ഇന്റിജർ പാർട്ടിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 0 ആണ്. അപ്പൊ ഈ 0യുടെ പൊസിഷൻ 0 തന്നെ വരും.
ഇന്റിജർ പാർട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യും. ഇന്റിജർ പാർട്ടിൽ നമുക്ക് ഒരു 1 ഒരു 0 ഉള്ളത്. അപ്പോൾ അതിന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ആ ഡിജിറ്റിന്റെ പൊസിഷൻ എപ്പോഴും 0 ആയിരിക്കും. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്ത് വരും 1 ആണ്. ഇനി റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പം ഈ പോയിന്റ് കണ്ടില്ലേ, ഈ പോയിന്റ് റാഡിക്സ് പോയിന്റ് നമ്മൾ പറയും. ദിസ് ഇസ് റാഡിക്സ് പോയിന്റ്. നമ്മൾ പറഞ്ഞത് റാഡിക്സ് പോയിന്റ് ആണ്. അപ്പൊ ഈ റാഡിക്സ് പോയിന്റിന്റെ റൈറ്റിലേക്ക് വരുമ്പോൾ ഡിക്രിമെന്റ് ചെയ്ത് വരും. അപ്പം അത് -1, -2, 0യുടെ പൊസിഷൻ -2, then -3, -4. പൊസിഷൻ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു റാഡിക്സ് പോയിന്റ് ഉണ്ടെങ്കിൽ റാഡിക്സ് പോയിന്റ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് സൈഡുള്ള ഡിജിറ്റിന്റെ പൊസിഷൻ 0യും ഇമ്മീഡിയറ്റ്ലി റൈറ്റ് സൈഡുള്ള ഡിജിറ്റിന്റെ പൊസിഷൻ -1 ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കുറച്ച് പോവുക. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ -1, -2, -3 എന്ന് പോകും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ ഡിജിറ്റ്സിന്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വളരെ എളുപ്പം തന്നെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓരോ ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 1 ആണ്. 1 മൾട്ടിപ്ലൈസ് നമ്മുടെ ബേസ് 2 ആണ്. അതുകൊണ്ട് 2 ആണ്. ഡെസിമൽ നമ്പറിൽ നമ്മൾ 10 എടുത്ത് ഇവിടെ നമ്മൾ 2 ആണ് എടുക്കുന്നത്. ഓക്കെ, 2 എടുത്തു. ഈ 2ന്റെ പവർ എന്താണ്? അതിന്റെ പൊസിഷൻ ആണ് പവർ. പ്ലസ് ഓക്കെ, ഇനി അടുത്ത ഡിജിറ്റ് എടുക്കുമ്പോൾ 0, 0യുടെ പൊസിഷൻ എന്താണ്? 0യുടെ പൊസിഷൻ 0 തന്നെയാണ്. 2 to the power 0 പ്ലസ് ഓക്കെ 1 multiplies next number is 1 to the power -1. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു നമ്പറിന്റെ ഈ ഒരു ഡിജിറ്റിന്റെ പൊസിഷൻ -1 ആണ്. അപ്പൊ 2 to the power -1 പ്ലസ് കൺസിഡർ ദ നെക്സ്റ്റ് ഡിജിറ്റ് 0 multiplies 2 to the power -2 and so on. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി 1 multiplies 2 to the power -3 പ്ലസ് 1 multiplies 2 to the power -4. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ 2ന്റെ പവറുകളൊക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് വളരെ ആവശ്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിൽ എഴുതുന്നത്. അപ്പൊ ഇവിടെ ഡിജിറ്റ്സ് കൺസിഡർ ചെയ്തു, ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് 2 to the power 1 എന്താണെന്ന് അറിയാം. 2 raised to 1 എന്താണെന്ന് അറിയാം. ദാറ്റ് ഈസ് 2 raised to 0 1, 2 raised to -1.5, 2 raised to -2.125 എന്ന് പറഞ്ഞിങ്ങനെ +0.25, 2 raised to -3.125 എന്ന് പറഞ്ഞ് സോ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ സം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് അതിന്റെ ഡെസിമൽ ഇക്വൽ. ഇത് ഒരു ലിസ്റ്റ് ആണ്, നമ്മൾ പഴയ ലിസ്റ്റ് തന്നെ. ഈ ലിസ്റ്റിലെ ബൈനറി നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബൈനറി നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബൈനറി നമ്പേഴ്സിന്റെ ബേസ് എന്നുള്ളത് 2 ആണ്. അപ്പൊ 2 ബേസ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ബൈനറി നമ്പേഴ്സ് ആണ്. ഓക്കെ, എഴുതുന്ന ബൈനറി നമ്പർ ആണ്. മൂന്നാമത്തെ നമ്പർ ബൈനറി ആണ്. 7th നമ്പർ ബൈനറി ആണ്. ഇവിടെ ശ്രദ്ധിക്കൂ, രണ്ടാമത്തെ നമ്പർ നോക്കൂ, 10 to the base 10 ആണ്. അപ്പൊ ഇവിടെ 1ഉം 0യും മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞത് ഒരു ബൈനറി നമ്പർ ആകണമെന്നില്ല. അതിന്റെ നിങ്ങൾ ബേസ് ശ്രദ്ധിക്കുക. ഇതിന്റെ ബേസ് 10 ആണ്. സോ ദ സെക്കൻഡ് നമ്പർ given this list is not a binary number, that is a decimal number. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബൈനറി നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് that should be 2, ബേസ് 2 ആണോ എന്ന് മാത്രം ശ്രദ്ധിക്കാം. So here the numbers 3 and 7 are binary numbers. All others are not binary numbers. ബൈനറി നമ്പേഴ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബൈനറി നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സിസ്റ്റത്തിലാണ്. നമ്മൾ ഈ ഒരു സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഡിജിറ്റൽ സിസ്റ്റം. അപ്പൊ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ സിസ്റ്റത്തിൽ പ്രോസസ് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് എല്ലാം തന്നെ എന്താണ്? ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അപ്പൊ ഡിജിറ്റൽ സിഗ്നൽസ് 2 ലെവലായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലെ? 2 ലെവൽ. അപ്പൊ നമുക്ക് ഇവിടെ ബൈനറി നമ്പേഴ്സിലും 0സും 1സും ആണുള്ളത്. അപ്പൊ വളരെ വേഗം നമുക്കൊരു ഡിജിറ്റൽ സിഗ്നലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. We can easily convert a binary or represent a binary number in digital signal form. നമുക്കൊരു ബൈനറി നമ്പറിനെ വളരെ വേഗം നമുക്കൊരു ഡിജിറ്റൽ സിഗ്നലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ ബൈനറി നമ്പേഴ്സ് ഡിജിറ്റൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലും CPU പ്രോസസ്സറിനുള്ളിലൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സുകളും ഡേറ്റയും എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ബൈനറിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ വിജി സാർ ഒരു മിനിറ്റ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. നമുക്ക് കൃത്യം 11 മണിക്കല്ല, നമുക്ക് 3 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളൂ. 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ചാനലിൽ 11:15 തന്നെ വേറെ ഇൻസ്ട്രുമെന്റേഷൻകാരുടെ ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് 3 മിനിറ്റ് ടൈം കൊണ്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഒരു കുട്ടി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ചോദിച്ചത് ഇതാണ്, 111011. ഇതിനകത്ത്
ബേസിൽ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ 1101. അത് ബേസിൽ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അതിന് ഡെസിമൽ നമ്പർ ആയി കൺസിഡർ ചെയ്യാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി നമ്മൾ അവിടെ ബേസ് കാണിച്ചിരിക്കും, പക്ഷെ ഇവിടെ നമ്മൾ ബേസ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കുക. നമ്മൾ ഒരു ബുക്കാണ് യൂസ് ചെയ്തത്, ഒരു ബുക്ക് എടുക്കുകയാണ്, അവിടെ പേജ് നമ്പർ നോക്കി, അവിടെ പേജ് നമ്പർ ഇങ്ങനെ 11011 ആണെങ്കിൽ നമ്മൾ അത് എന്തായിട്ടായിരിക്കും കാണുന്നത്? ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഒരു ഡെസിമൽ നമ്പർ ആണെന്ന് മനസ്സിലാവും, അതൊരു ബൈനറി അല്ല. അപ്പൊ നമ്മളൊരു നമ്പർ അവിടെ എക്സ്പ്ലിസിറ്റ്ലി അതിന്റെ ബേസ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് സിറ്റുവേഷനിലാണ് ആ നമ്പർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കുക. തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു റിയൽ ലൈഫിൽ നമ്മൾ സാധാരണ റിയൽ ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ നോർമലി നമ്മൾ ഇതൊരു ഡെസിമൽ നമ്പർ ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇതുവരെയും നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്തത്. അപ്പൊ ഒരു ബേസ് ഇല്ലെങ്കിൽ അതിനൊരു ഡെസിമൽ നമ്പർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില സമയത്ത് നമ്മളൊരു ബൈനറി നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ 1101 എന്നൊക്കെ കൊടുക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ 1101 എന്നത് നമ്മൾ ബേസ് എഴുതിയിട്ടില്ലെങ്കിൽ പോലും അത് ബൈനറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ അതിന് മുകളിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ അതൊരു ബൈനറി നമ്പർ ആണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു CPU ഡിസൈനിങ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്രസ്സ് അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്? അത് ബൈനറി സിസ്റ്റം യൂസ് ചെയ്യുന്ന ബൈനറി നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ദാറ്റ് നമ്പർ ഷുഡ് ബി എ ബൈനറി നമ്പർ. നമ്മൾ ഏത് സിസ്റ്റം ആണ്, ഏതൊരു കോണ്ടെക്സ്റ്റ് ആണോ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കൺസിഡർ ചെയ്യുക. പക്ഷെ നോർമലി ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാർ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സാർ ആദ്യം ഒരു തുടക്കത്തിൽ സംസാരിച്ചതാണ് ഇതിനെപ്പറ്റി. വാട്ട് ഈസ് ADC ആൻഡ് DAC? അതിനെക്കുറിച്ച് സാർ ആദ്യം സംസാരിച്ചിരുന്നു. ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്നാണ് ADCയുടെ. ADC മീൻസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പൊ നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അതിൽ ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഡേറ്റ ഈ പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ഈ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽ ആയിട്ടാണ്. ഡിജിറ്റൽ സിഗ്നൽ നമ്മളത് ഡിജിറ്റൽ സിഗ്നൽസിന്റെ പടമൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് അനലോഗ് സിഗ്നൽസിനെ പ്രോസസ് ചെയ്യാനുള്ള കഴിവ് ഡിജിറ്റൽ സിസ്റ്റത്തിന് ഇല്ല. ഓക്കെ, പക്ഷെ നമ്മളെ ചുറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ആയാലും ലൈറ്റ് വേവ്സ് ആയാലും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയാലും ടൈം ആയാലും ഇതെല്ലാം തന്നെ എന്താണ്? അനലോഗ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നതാണ്. അപ്പം ഈ ഇൻഫർമേഷനെ നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദ അനലോഗ് സിഗ്നൽ, അനലോഗ് ഇൻഫർമേഷൻ ടു ഡിജിറ്റൽ ഫോം. അപ്പൊ നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊണ്ടുപോകണമെങ്കിൽ ദാറ്റ് ടു ബി ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ ആണ്, ഡിജിറ്റലിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മാറ്റാൻ വേണ്ടി നമുക്ക് വേറൊരു സർക്യൂട്ടിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ സർക്യൂട്ടാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഡിവൈസുകൾ, നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസുകളുണ്ട്. ഈ ഡിവൈസുകളിലൊക്കെ തന്നെ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഔട്ട്സൈഡ് വേർഡിലുള്ള അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, അത് ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു, അങ്ങനെ പ്രോസസ് ചെയ്യുന്നു. റിസൾട്ട് ഡിജിറ്റൽ ഫോമിലായിരിക്കും. പക്ഷെ നമുക്ക് തിരിച്ച് ഒരു സ്പീക്കറിലേക്ക് കിട്ടണമെങ്കിൽ അത് അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ? അപ്പം അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഡിജിറ്റൽ ഔട്ട്പുട്ടിനെ അനലോഗ് ഔട്ട്പുട്ടാക്കി മാറ്റണം. അത് ചെയ്യുന്നതാണ് എന്താണ്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. നിങ്ങൾ 4th മൊഡ്യൂളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നുണ്ട്, അതിന്റെ സർക്യൂട്ടാണ്. താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ സാർ? സാർ പിന്നെ ഉള്ളത് കുട്ടികൾക്ക് നോട്ട് കിട്ടുമെന്നുള്ളതാണ്. നോട്ട് നമുക്ക് സിറ്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവിടെ ഈ നോട്ടുകളൊക്കെ നമ്മൾ ടോപ്പിക്കുകളിലൊക്കെ നോട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. PPT പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു കുട്ടികൾ ക്ലാസ്സിനെ കുറിച്ച് തന്നത്. നല്ലൊരു സെഷൻ ആയിരുന്നു. നമുക്കിപ്പോ സമയം തീർന്നത് ശരിക്കും 1 മണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടാണ്. വളരെ നല്ല രീതിയിൽ വിജു സാർ നമുക്ക് ഈ സെഷൻ ഹാൻഡിൽ ചെയ്തു. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളുടെ പേരില്. പിന്നെ ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിലും ഗംഗാ മിസ്സിന്റെയും എന്റെയും പേരിലുള്ള എല്ലാവിധ നന്ദിയും വിജു സാറിന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ സിസ്റ്ററിനോടും ബിജു പീറ്റർ സാറിനോടും ഗംഗ ടീച്ചറിനോടും എല്ലാം നന്ദി പറയുന്നു. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ടീച്ചേഴ്സിനോട്, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ എക്സാമ്പിൾസ് എഴുതി ചെയ്ത് നോക്കുക. താങ്ക് യു.